ഇന്നും ഈ 21ാം നൂറ്റാണ്ടിലും കുറെ ദുശ്ശകുനങ്ങളെയും അതുപോലെ തന്നെ നല്ല ശകുനങ്ങളെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ദ ബ്രോക്ക് മിറർ, ദ ബ്ലാക്ക് കാറ്റ് ആൻഡ് ലോട്ട്സ് ഓഫ് ഗുഡ് ലക്ക് എന്നുള്ള ക്രിസ് റോസിന്റെ ചാപ്റ്റർ പറയുന്നത് ഇതുപോലത്തെ ഇല്ലോമെൻസ്, അതായത് ദുശകുനങ്ങളെയും നല്ല ശകുനങ്ങളെയും ഒക്കെ പറ്റിയാണ്. അതിലുള്ള വസ്തുത, അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണ്, അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു സ്റ്റോറിയിലൂടെ ഇവിടെ പറയുന്നത്. ഇത് എസ് ഫോർ ബി കോം BSc 3യിലുള്ള ഒരു ചാപ്റ്ററാണ്. സോ പ്ലീസ് ലിസൺ. Introduction. The Broken Mirror, The Black Cat and Loads of Good Luck is a humorous yet thought-provoking story that explores the themes of superstition, belief, luck and self-confidence. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും വളരെയധികം ചിന്തോദ്ദീപകമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉയരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയുന്ന മെയിൻ തീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർസ്റ്റിഷൻ അല്ലെ, അന്ധവിശ്വാസം, വിശ്വാസം, അതുപോലെ തന്നെ ലക്ക് അല്ലെ, ഭാഗ്യ നിർഭാഗ്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയൂലോ. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് അല്ലെ, ആത്മവിശ്വാസം. Through the life of an ordinary man named Nikos, the author examines how human psychology works when faced with the traditional superstitions. ഇവിടെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള നിക്കോസിന്റെ ലൈഫിലൂടെ നമ്മുടെ ഓതർ ഹ്യൂമൻ സൈക്കോളജി എങ്ങനെയാണ് ഈ സൂപ്പർസ്റ്റിഷ്യൻസിനൊക്കെ എതിരെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ സൂപ്പർസ്റ്റിഷ്യൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന്റെ സൈക്കോളജി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് വിശകലനം ചെയ്യുന്നത്. The story presents a modern view of superstition and shows that luck may not be connected to magical forces, but rather to a person's mindset and confidence. അതായത് ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂപ്പർസ്റ്റിഷൻ അല്ല, അതായത് നല്ല ശകുനം കണ്ടുപോയിട്ടല്ല നമുക്ക് ഭാഗ്യം ഉണ്ടാവുന്നത്. അത് നമ്മുടെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ സെൽഫ് കോൺഫിഡൻസ് അല്ലെ. ഇപ്പൊ ഒരു പക്ഷേ നമ്മൾ ഇതുവരെ കാണുന്ന ഒരു കാര്യം, നല്ല ശകുനം എന്ന് പറഞ്ഞൊരു കാര്യം കണ്ടിട്ട് നമ്മൾ പോകുമ്പോൾ വി വിൽ ബി കോൺഫിഡൻറ്റ്, അതുകൊണ്ടായിരിക്കാം നമുക്ക് ഭാഗ്യം ഉണ്ടാവുന്നത് എന്നാണ് ഓതർ പറയുന്നത്. There is a short introduction on the author Chris Ross. Chris Ross is a contemporary journalist and short story writer known for his simple yet meaningful storytelling. അല്ലേ? അപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആണ്, കണ്ടംപററി ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. ചെറിയ സിമ്പിൾ സ്റ്റോറീസ് ആണ് എഴുതുന്നെങ്കിലും അത് വളരെ മീനിങ് ആണ്, തോട്ട് പ്രൊവോക്കിംഗ് ആണ്. And his writing style is clear and accessible. വളരെ സിമ്പിൾ ക്ലിയർ ലാംഗ്വേജിലാണ് എഴുതുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭാഷയിലാണ് അദ്ദേഹം എഴുതുന്നത്. He often uses humor and irony to discuss serious themes related to everyday life. അല്ലേ? അതായത് വളരെ രസകരമായ നർമ്മത്തിൻ്റെയും ഐറണിയുടെയും സഹായത്തോടു കൂടെയാണ് അദ്ദേഹം നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കഥകളാക്കി എഴുതുന്നത്. In this story, Ross skillfully uses ordinary events to explore deeper psychological truths about belief, doubt and human behavior. ഈ സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ സ്കിൽഫുള്ളി അല്ലെ, വളരെയധികം സ്കില്ലോടുകൂടി അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ സൈക്കോളജിക്കൽ ഡെപ്ത്, അതായത് എത്രത്തോളം സൈക്കോളജി അയാളെ എഫക്റ്റ് ചെയ്യുന്നു ഇൻ ദ കേസ് ഓഫ് ഫിലോമെൻ ആൻഡ് ഗുഡ് ലക്ക്. പിന്നെ അതുപോലെ തന്നെ ഡൗട്ട്, ഹ്യൂമൻ ബിഹേവിയർ, അതിൻ്റെയൊക്കെ സൈക്കോളജിയെ പറ്റിയിട്ടാണ് ഇവിടെ അദ്ദേഹം വിവരിക്കുന്നത്. പ്ലോട്ട് സമ്മറി, കഥ ഒരു ചുരുക്കത്തിൽ നമുക്ക് നോക്കാം. നിക്കോസ് is an ordinary man. Okay, he is the hero. Nikos lives a simple and normal life. Nothing extremely good or bad happens to him. സാധാരണ ഒരു മനുഷ്യൻ, സാധാരണ ഒരു ജീവിതം, വലിയ നല്ല കാര്യങ്ങളും വലിയ ചീത്ത കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. He accepts life as it comes. He strongly believes that superstition is nonsense. അല്ലെ, അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്, സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോൺസെൻസ് ആണ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നമ്മുടെ നിക്കോസ് ദ ഹീറോ. ഹി കൺസിഡേഴ്സ് ഹിംസെൽഫ് റേഷണൽ ആൻഡ് പ്രാക്ടിക്കൽ. അല്ലെ, അതുപോലെ തന്നെ വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ നിക്കോസ്.
പിന്നെ അതുപോലെ തന്നെ ഹി റാഷണൽ റീസൺ, വളരെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, അല്ലെ? അതാണ് തിങ്ക് വിത്ത് റീസൺ എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാ കാര്യങ്ങളും ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക, സ്കെപ്റ്റിക് ആവുക, എല്ലാറ്റിനെയും ക്വസ്റ്റ്യൻ ചെയ്യുക, ഇത് ശരിയാണോ എന്ന് സ്വയം ചോദിക്കുക. അങ്ങനെ നിക്കോസിന്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഡിസ്ബിലീഫർ ആണ്. ഹി ഡസ് നോട്ട് ബിലീവ് ഇൻ സൂപ്പർസ്റ്റിഷൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബ്രേക്കിംഗ് മിറർ കോസസ് ബാഡ് ലക്ക്, അല്ലെ? അപ്പൊ അതിലൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല. സീയിങ് എ ബ്ലാക്ക് കാറ്റ് ഈസ് അൺലക്കി, ഇതൊക്കെ നമ്മുടെ കോമൺ ആയിട്ടുള്ള കുറെ വിശ്വാസങ്ങളാണ്. ആൻഡ് വാക്കിംഗ് അണ്ടർ എ ലാഡർ ബ്രിങ്സ് മിസ്ഫോർച്യൂൺ, അല്ലെ? അപ്പോൾ അത് അനിശ്ചിതത്വത്തെയൊക്കെയാണ് അത്ര സൂചിപ്പിക്കുന്നത്. അതായത് വാക്കിംഗ് അണ്ടർ എ ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പില്ലിംഗ് സോൾട്ട് കോസസ് ട്രബിൾ, അപ്പോൾ സോൾട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ അപകടം ഉണ്ടാക്കും എന്നൊക്കെയാണ് അവിടുത്തെ വിശ്വാസം. അവിടുത്തെ മിക്കവാറും എല്ലാ കൾച്ചറിലുള്ള ഒരു വിശ്വാസം. ഹി തിങ്സ് ദീസ് ബിലീഫ്സ് ആർ ഫൂളിഷ്. അദ്ദേഹം റേഷണൽ ആയതുകൊണ്ട് ഹി തോട്ട് ദാറ്റ് all these things are baseless and foolish, അല്ലെ? അദ്ദേഹം റീസണബിൾ ആണ്, അതായത് എല്ലാം റീസൺ കൊണ്ട് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ റീസൺ അല്ലെങ്കിൽ എന്താ പറയാ, ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊന്നും വിശ്വസിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ നിക്കോസിന് ഒരു അൺലക്കി മോർണിംഗ് ഉണ്ടാവുകയാണ്. അപ്പൊ അൺലക്കി ഇൻവേർട്ടഡ് കോമയിൽ ഇടാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് അൺലക്കി ഇസ് എ ട്വിസ്റ്റ്. ഓക്കെ, one morning several traditionally unlucky events happened to Nikos, അല്ലെ? ഇപ്പൊ നമ്മൾ ഇതുവരെ പറയുന്ന ട്രഡീഷണൽ ആയിട്ട് പറയുന്ന കുറേ അൺലക്കി ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഇലോമെന്റ്സ് ഉണ്ട്. അത് സംഭവിക്കുകയാണ് നമ്മുടെ നിക്കോസിന്റെ ജീവിതത്തിൽ. ദ ബാത്റൂം മിറർ ഫാൾസ് ആൻഡ് ബ്രേക്സ് ഇൻ ടു പീസസ്. അതിൽ ഒന്നാമത്തെ സംഭവം മിറർ ബ്രേക്ക് ചെയ്യാണ് ബാത്റൂമിലത്തെ. അപ്പൊ ബ്രോക്കൺ മിറർ എന്ന് പറഞ്ഞു വെച്ചാൽ ഇലോമൻ ആണ്. ദ സാൾട്ട് കണ്ടെയ്നർ സ്ലിപ്സ് ആൻഡ് സ്പിൽസ് ഓൺ ദ ഫ്ലോർ, അല്ലെ? അയാളുടെ കയ്യിൽ നിന്നും ഉപ്പിന്റെ പാത്രം താഴെ പോയി അത് അവിടെ പരന്നു. അപ്പൊ അതൊരു ഇല്ലോമനാണ്. അപ്പൊ അതിന് പകരമായിട്ട് ഒരു റെമഡി ഒക്കെ പറയുന്നുണ്ട്. കുറച്ച് ഒരു പിഞ്ച് ഓഫ് സാൾട്ട് എടുത്തിട്ട് ഷോൾഡറിന് പുറത്തൂടെ എറിഞ്ഞാൽ മതി ഇത്ര ബാക്കിലേക്ക്, അപ്പോൾ അതിന്റെ ഒരു റെമഡി ആവും എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ദിസ് ഇല്ലോമൻ ഹാപ്പൻ ടു ദ ലൈഫ് ഓഫ് Nikos that day. He sees a black cat running across his path. അങ്ങനെ അയാൾ ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായത്? ഒരു കറുത്ത പൂച്ച കുറുകെ ചാടി, അല്ലെ? നമ്മൾക്കൊക്കെ അറിയാം കറുത്ത പൂച്ചയുടെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത്. ആൻഡ് ഹി വാക്സ് അണ്ടർ എ ലാഡർ ഓൺ ദ സ്ട്രീറ്റ്. അങ്ങനെ സ്ട്രീറ്റിൽ പോയപ്പോൾ ഒരു കോണി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിയിലൂടെ അയാൾക്ക് നടക്കേണ്ടതായിട്ട് വന്നു. കോണി ഇതുപോലെ തന്നെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഒക്കെയാണ് കാണിക്കുന്നത്. then these are all symbols of bad luck in many cultures, അല്ലെ? ഒരുവിധ എല്ലാ കൾച്ചറിലും എല്ലാ രാജ്യങ്ങളിലും ഇതൊക്കെ ബാഡ് ഓമൻ ആയിട്ടാണ് കാണുന്നത്. Even though Nikos claims not to believe in superstition, he begins to feel that something bad might happen. അപ്പൊ നമുക്കറിയാം അദ്ദേഹം ഒരു ഡിസ്ബിലീവർ ആണ്, and he is not at all believing in any kind of സൂപ്പർസ്റ്റിഷൻ. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരു പേടി ഉണ്ടാവുകയാണ്. ഓക്കെ, എന്തെങ്കിലും സംഭവിച്ചാലോ? This shows that deep inside social beliefs influence him. അപ്പൊ ഇതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര റേഷണൽ ആണ്, എത്ര സ്കെപ്റ്റിക് ആണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ള കുറെ നോംസും കുറെ ട്രഡീഷൻസും ബിലീഫ്സും ഒക്കെ ഉണ്ട്. അതൊരാളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഇൽ ഒമൻസ് ഒക്കെ സംഭവിച്ചു ജീവിതത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു സൊസൈറ്റിയുടെ റിയാക്ഷൻ? അതായത് അയാളുടെ ഫ്രണ്ട്സിന്റെയും കൊലീഗ്സിന്റെ ഒക്കെ റിയാക്ഷൻ. ഹിസ് കൊലീഗ്സ് വാൺ ഹിം ദാറ്റ് സംതിങ് ബാഡ് വിൽ ഹാപ്പൻ. അവരെന്താ പറഞ്ഞത്? ഓക്കെ, ഇങ്ങനെ ഇരിക്കണ്ട കേട്ടോ, അത് വെറുതെ എന്ന് വിചാരിക്കണ്ട, എന്തെങ്കിലും ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും, കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു ഇലോമെൻസ് ഒക്കെ കണ്ടിട്ടാണല്ലോ നിങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചു. ഹിസ് ഫ്രണ്ട്സ് അറ്റ് ദ ടവേർണ അവോയ്ഡ് സിറ്റിംഗ് നിയർ ഹിം. അപ്പൊ ടവേർണ റെസ്റ്റോറന്റിൽ അയാൾ പോയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തിരിക്കാൻ കൂട്ടുകാരൊക്കെ വിസമ്മതിച്ചു. ഇയാൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഇയാളുടെ തലയിൽ വല്ല ലൈറ്റൊക്കെ വീണിട്ട് ഇയാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മേലേക്കും വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെ അയാളുടെ അടുത്തിരിക്കാനായിട്ട് വിസമ്മതിച്ചു. എവ്രിവൺ എക്സ്പെക്ട്സ് ഡിസാസ്റ്റർ, അല്ലെ? അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. This part of the story shows how strongly society believes in superstitions and how group psychology works. അപ്പൊ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് സൊസൈറ്റിയിലെ ആളുകൾ അവരെത്ര എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും അവർ എങ്ങനെയൊക്കെയാണ് ഈ സൂപ്പർസ്റ്റിഷ്യസ് ആവുന്നത്, ഏതെല്ലാം രീതികളിലാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് സൈക്കോളജി, ഒരു ഗ്രൂപ്പിലെ ആളുകൾ മൊത്തം പറയുമ്പോൾ നിനക്ക് എന്തേലും പറ്റൂട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും, അല്ലെ, അയ്യോ
എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായാലോ എന്നുള്ളൊരു രീതിയിലുള്ളൊരു ചിന്ത വരും. അതാണ് ഗ്രൂപ്പ് സൈക്കോളജി. ദി അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് അല്ലെ, എന്തോ ഒരു അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. എന്താണത്? നത്തിങ് ബാഡ് ഹാപ്പൻസ്, ഇൻസ്റ്റെഡ് നിക്കോസ് പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. മാത്രമല്ല എന്താണ് ഉണ്ടായത്? നിക്കോസ് പ്ലേസ് കാർഡ്സ് ആൻഡ് വിൻസ് അല്ലെ, അന്ന് അദ്ദേഹം കളിച്ച കാർഡ് ഗെയിം ജയിച്ചു. ഹി ഗോട്ട് മണി. ഹി പ്ലേസ് ഡൈസ് ആൻഡ് വിൻസ് അഗെയിൻ, പിന്നെ ഡൈസ് കളിച്ചു അല്ലെ, ചൂതാട്ടം, ഗാംബ്ലിംഗ്, അതിലും ജയിച്ചു. ഹി ബൈസ് ലോട്ടറി ടിക്കറ്റ്സ്. He wins all three major lottery prizes. And that is, we cannot imagine this. കാരണം അയാൾ അത്രയും സക്സസ്ഫുൾ ആയ 3 മേജർ ലോട്ടറീസ് ആണ് അന്ന് അടിച്ചത്. ദിസ് ഇസ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് ദ സ്റ്റോറി. ദ ബാഡ് ലക്ക് ഇവന്റ്സ് ബ്രിങ് എക്സ്ട്രോർഡിനറി ഗുഡ് ലക്ക് അല്ലെ. അപ്പൊ ഇയാൾക്ക് ഈ ഒരു ബാഡ് ലക്ക് കമന്റ്സ് ഒക്കെ ഉണ്ടായ ദിവസമാണ് എന്തുണ്ടായത്? ഇയാളൊരു വളരെ സക്സസ്ഫുൾ എക്സ്ട്രോർഡിനറി സക്സസ് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. The irony is clear. What is considered unlucky actually brings success. ഇവിടെ ഐറണി എന്ന് പറഞ്ഞു വെച്ചാല് അല്ലെ, അതെന്താണ്? ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് പറയുമ്പോൾ ഇയാൾ അൺലക്കി ആണെന്ന് വിചാരിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ലക്കി ആയിട്ട് മാറുകയാണ് ചെയ്തത്. നിക്കോസ് ട്രാൻസ്ഫർമേഷൻ അല്ലെ, നിക്കോസിനുണ്ടായ മാറ്റങ്ങളാണ് ഈ ഇലോമെൻസ് ഫോളോ ചെയ്തതിലൂടെ പറയുന്നത്. ആഫ്റ്റർ ഹിസ് ബിഗ് വിൻ നിക്കോസ് ബൈസ് എ ബുക്ക് ഓൺ സൂപ്പർസ്റ്റിഷ്യൻസ് അല്ലെ. അപ്പൊ കുറെ ഇലോമെന്റ്സ് ഫോളോ ചെയ്തു. അന്നത്തെ ദിവസം അയാൾ എന്തായി? ഒരു വിന്നറായി മാറി എല്ലാ സ്ഥലത്തും. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? ഒരു ബുക്ക് വാങ്ങാണ് സൂപ്പർസ്റ്റിഷനെ പറ്റിയിട്ടുള്ള. ഹി ഡിസൈഡ്സ് ടു ഡെലിബറേറ്റ്ലി പെർഫോം അൺലക്കി ആക്ഷൻസ്. എന്തായാലും ഇതുപോലെ തന്നെ അതിൽ പറയുന്ന അൺലക്കി ഇലോമെന്റ്സ് ഒക്കെ പിന്തുടരാൻ അയാൾ തീരുമാനിക്കുകയാണ്. ഹി ബ്രേക്സ് മിറേഴ്സ് ഓൺ പർപ്പസ് അല്ലെ, വേണമെന്ന് വെച്ചിട്ട് കണ്ണാടിയൊക്കെ പൊട്ടിച്ചു. ഹി സ്പിൽ സാൾട്ട് ആൻഡ് ഓയിൽ. അപ്പൊ അതൊക്കെ ദുസൂചനകളാണ്. അദ്ദേഹം ഉപ്പൊക്കെ കളഞ്ഞു, ഓയിലൊക്കെ കളഞ്ഞു. ഹി സ്ലീപ്സ് വിത്ത് ഹിസ് ഫീറ്റ് ഫേസിങ് ദ ഡോർ. ഡോറിന് നേരെ നമ്മൾ കാല് വെച്ച് കിടക്കാൻ പാടില്ല, അങ്ങനൊക്കെ ഒരു ബിലീഫ് ഉണ്ട്. അപ്പൊ അങ്ങനെ തന്നെ അയാൾ കിടന്നു നോക്കി. ഹി ലീവ്സ് ഹിസ് ഹാറ്റ് ആൻഡ് വാലറ്റ് ഓൺ ദ ബെഡ് അല്ലെ. വാലറ്റ് പറഞ്ഞ പേഴ്സും ഹാറ്റും ഒന്നും ബെഡിൽ വെക്കാൻ പാടില്ല. പക്ഷെ അദ്ദേഹം അതന്നെ ചെയ്തുകൊണ്ടിരുന്നു. റിപ്പീറ്റഡ്ലി ഹി ഡിഡ് ഓൾ ദീസ് തിങ്സ്. Then he buys things in unlucky numbers like 6 or 13. എല്ലാവർക്കും ഭയമുള്ള അൺലക്കി നമ്പേഴ്സ് ആണ് 6ഉം 13ഉം ഒക്കെ. അത് ചോദിച്ചു വാങ്ങി. എന്തെങ്കിലും നമ്പർ റിലേറ്റഡ് ലോട്ടറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അദ്ദേഹം അത് ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. The more he breaks superstitions, the luckier he becomes. അപ്പൊ അതിലുള്ള ഒരു ഫൈനൽ ഔട്ട്കം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എത്രത്തോളം ഒരു എന്താ പറയാ സൂപ്പർസ്റ്റിഷനെ ബ്രേക്ക് ചെയ്യുന്നോ അത്രത്തോളം അയാൾ സക്സസ്ഫുൾ ആയി മാറി. ഹി വിൻസ് അഗൈൻ ഇൻ ഗാംബ്ലിംഗ് ആൻഡ് ലോട്ടറി. അങ്ങനെ അയാൾ ലോട്ടറിയും ഗാംബ്ലിംഗ് പറഞ്ഞറിയില്ല, ചൂതാട്ടം. അപ്പൊ അതൊക്കെ വിജയിക്കാൻ തുടങ്ങി. ഹി ഗോട്ട് എ ലോട്ട് ഓഫ് മണി അല്ലെ. അപ്പൊ ഈ ഇലോമെന്റ്സ് അയാൾ ഫോളോ ചെയ്യുമ്പോൾ അയാൾ സക്സസ്ഫുൾ ആയി മാറി. ദിസ് ക്രിയേറ്റ്സ് എ കോമിക് യെറ്റ് മീനിങ് സിറ്റുവേഷൻ അല്ലെ. വളരെ കോമിക് ആയിട്ടാണ് ഓതർ ഇത് പറയുന്നതെന്നുണ്ടെങ്കിലും ഇലോമെന്റ്സ് കൊണ്ട് ആളുകൾ മോശം എന്ന് വിചാരിക്കുമ്പോൾ എവറിത്തിങ് ഹാസ് ബിക്കം സോ പോസിറ്റീവ് ഇൻ ദ ലൈഫ് ഓഫ് നിക്കോസ് ഹിയർ. ക്ലൈമാക്സിൽ എന്താണ് സംഭവിച്ചത്? അങ്ങനെ അവസാനമായി നിക്കോസ് പ്രൗഡ്ലി ഡിക്ലെയർസ് ദാറ്റ് സൂപ്പർസ്റ്റിഷൻ ഈസ് നോൺസെൻസ് അല്ലെ. സൂപ്പർസ്റ്റിഷനിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് നിക്കോസ് പബ്ലിക് ആയിട്ട് പറയുകയാണ്. ബട്ട് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് മേക്ക് ഹിം ആൻ ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻ. നിക്കോസ് ഇസ് കെയർഫുള്ളി പെർഫോമിംഗ് സൂപ്പർസ്റ്റിഷൻസ്. അപ്പൊ ഒരു ഫ്രണ്ട് പറയണ, കണ്ടോ ഞാൻ ഈ ഇൽ ഓമെൻസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഞാൻ ലക്കി ആയിട്ട് മാറുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അയാളുടെ ഒരു ഫ്രണ്ട് പറയാണ്, ഓക്കെ നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നു, ദാറ്റ്സ് എ ബിലീഫ് അല്ലെ. അപ്പൊ നിങ്ങൾ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, അതൊരു ബിലീഫ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് പറയാണ്. Then even though he claims disbelief, he is acting according to superstition. ഞാൻ അപ്പം നിക്കോസ് is not at all ready to admit it. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ ഒരിക്കലും അത് ഫോളോ ചെയ്യുന്നില്ല, ഞാൻ ഇല്ലോമെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. I want to break all the traditions. പക്ഷെ അതൊരു ബിലീഫായിട്ട് മാറുകയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗുഡ് ലക്ക് ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ അയാളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് he is repeatedly doing it. And his belief has become another form of belief. This is the philosophical center of the story. അദ്ദേഹത്തിന്റെ ഡിസ്ബിലീഫ് അല്ലെ, അവിശ്വാസം വേറൊരു രീതിയിൽ ഒരു വിശ്വാസമായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്.
ദി എൻഡിങ്ങിൽ എന്താണ് ഉണ്ടായത് നമ്മുടെ സ്റ്റോറിയുടെ? നിക്കോ സ്റ്റോപ്സ് ഡെലിബറേറ്റ്ലി ബ്രേക്കിംഗ് സൂപ്പർസ്റ്റിഷ്യൻസ് അല്ലെ. അപ്പോൾ ഇതുവരെ അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇലോമെന്റ്സ് എന്തൊക്കെയാണോ എന്നുള്ളത് അത് അതേപടി ചെയ്യുക. അപ്പൊ അത് അയാൾക്ക് ഒരു ഗുഡ് ലക്ക് കൊണ്ടുവരും, ബാഡ് ലക്ക് അല്ല. അപ്പൊ അയാളത് കണ്ടിന്യൂസ്ലി ചെയ്യുന്നത് കൊണ്ട് ആക്ച്വലി എന്താണ് മീനിങ്? അയാൾ അതിന്റെ ഒരു ബിലീഫറായി മാറി. ഓക്കെ, അപ്പോ ഇതാണ് പറയുന്നത്. ഇയാള് അവസാനം എന്താ ചെയ്തത്? സ്റ്റോപ്ഡ് ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വം ഈ സൂപ്പർസ്റ്റിഷൻ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ഇലോമെന്റ്സ് പിന്തുടരുന്നത് നിർത്തി. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഹി സ്റ്റോപ്സ് വിന്നിങ് എക്സ്ട്രോർഡിനറി എമൗണ്ട്സ് അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ മേ ബി അയാൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഹിസ് ലൈഫ് റിട്ടേൺസ് ടു നോർമൽ, പണ്ടത്തെ പോലെയായി. വലിയ വിജയങ്ങളോ വലിയ പരാജയങ്ങളോ ഒന്നും ഇല്ലാതായി മാറി. സംടൈംസ് ഹി വിൻസ്, സംടൈംസ് ഹി ലൂസസ് ലൈക്ക് എ നോർമൽ മാൻ. His friends explained it was Nico's self-confidence that made him successful, not superstition. അപ്പൊ നിക്കോസിന്റെ ഫ്രണ്ട് എന്താ പറഞ്ഞത്? ഓക്കെ, നിന്റെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടാണ് നീ ഇത്ര ദിവസം വിജയിച്ചത്, അല്ലാതെ ഈ സൂപ്പർസ്റ്റിഷനോ അല്ലെങ്കിൽ ഇൽ ഒമെൻസോ ഒന്നും കൊണ്ടല്ല. The story ends with Nikos wondering what would have been happened if he had not broken the mirror that day. അപ്പൊ ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞു വെച്ചാൽ ഇയാൾ ഒരു മിറർ പൊട്ടിച്ചത് കൊണ്ടാണ്. അപ്പൊ അന്ന് ആ മിറർ പൊട്ടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്റ്റോറിയുടെ അവസാനത്തിൽ നിക്കോസ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മേജർ തീംസ് എന്തൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? സൂപ്പർസ്റ്റിഷൻ വേഴ്സസ് റിയാലിറ്റി. ദ സ്റ്റോറി ഷോസ് ദ ടെൻഷൻ ബിറ്റ്വീൻ ലോജിക് ആൻഡ് ട്രഡീഷണൽ ബിലീഫ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ലോജിക്, ഒരു ലോജിക് ഇല്ലാത്ത കുറെ കാര്യങ്ങളാണ്, ലോജിക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് റീസൺ വെച്ചിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അൺറീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോജിക് ഇല്ലാത്ത ഒരു കാര്യങ്ങളാണ് ഈ സൂപ്പർസ്റ്റിഷൻ ഒക്കെ ഉള്ളത്. നമുക്കൊരു കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. പിന്നെ ഈവൻ റേഷണൽ പീപ്പിൾ ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ ഐഡിയാസ്. ഇപ്പൊ അവിടെ നിക്കോസ് ഇൻഫ്ലുവൻസ്ഡ് ആയതുപോലെ തന്നെ റേഷണൽ പീപ്പിൾ അല്ലെ. നിക്കോസ് ആദ്യമൊക്കെ ഡിസ്ബിലീഫർ ആയിരുന്നു, എന്നിരുന്നാലും ഹി ബിഗാൻ ടു ബിലീവ് അല്ലെ. ഒരു ഓപ്പോസിറ്റ് ഐറോണിക്കൽ ആയിട്ടാണെങ്കിലും ഹി ബിഗാൻ ടു ബിലീവ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര ഇറേഷണൽ ആണ്, എത്ര റേഷണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് കൾച്ചർ അല്ലെങ്കിൽ സമൂഹം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ പവർ ഓഫ് സെൽഫ് കോൺഫിഡൻസ്. പിന്നെ സെൽഫ് കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ പവർ, ഏറ്റവും വലിയ ലക്ക്. വെൻ നിക്കോസ് ബിലീവ്ഡ് ഹി വുഡ് ബി ലക്കി, ഹി ബിക്കെയിം കോൺഫിഡൻറ്റ് അല്ലെ. അപ്പൊ ലക്കി ആവുന്ന അയാൾക്ക് തോന്നി, ഇത് ഈ എലമെന്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ലക്ക് വരും എന്ന് തോന്നിയപ്പോൾ ഹി ബിക്കെയിം കോൺഫിഡൻറ്റ്. ഓക്കെ, കോൺഫിഡൻസ് ഹെൽപ്ഡ് ഹിം ടേക്ക് റിസ്ക്. സക്സസ് ഫോളോഡ് കോൺഫിഡൻസ്. അതുകൊണ്ടാണ് അദ്ദേഹം ഗാംബ്ലിംഗ് അല്ലെ, ഗാംബ്ലിംഗ് ഒക്കെ നമുക്കറിയാം അത്രയും റിസ്ക് ഉള്ള ഒരു സാധനമാണ്. കാരണം കിട്ടിപ്പോയാൽ പോയി, പൈസ കിട്ടാനും മതി പോവാനും മതി. പക്ഷെ അയാൾ അത് ട്രൈ ചെയ്തപ്പോൾ ഹി ബിക്കെയിം സക്സസ്ഫുൾ. അത് അയാളുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്, സൈക്കോളജിക്കൽ സ്ട്രെങ്ത് ആയിട്ടാണ് ഇവിടെ ഓഥർ പറയുന്നത്. സൈക്കോളജിക്കൽ നേച്ചർ ഓഫ് ലക്ക്. ഇനി ഇതിന്റെ ഈ ലക്കിന്റെ ഭാഗ്യത്തിന്റെ സൈക്കോളജി എന്താണ്? നമ്മുടെ നിക്കോസ് സക്സസ്ഫുൾ ആയി അല്ലെ ഈ ഇലോമെന്റ്സ് ഒക്കെ ചെയ്തപ്പോ. ലക്ക് may not be magical, it may be connected to mindset, risk taking, positive thinking. അപ്പൊ അയാളുടെ മൈൻഡ് സെറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതൊരു തുടർക്കഥയായി മാറിയപ്പോൾ ഹി ഗോട്ട് കോൺഫിഡൻസ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അയാൾക്ക് അവിടെ ഭാഗ്യം ഉണ്ടായത്. ഇനി ഇതിലുള്ള ഐറണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദ സ്റ്റോറി ഈസ് ഫുൾ ഓഫ് ഐറണി. ബാഡ് ലക്ക് ബ്രിങ്സ് ഗുഡ് ഫോർച്യൂൺ. അതായത് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെ ആണ് നടക്കുന്നത്, ദാറ്റ് ഈസ് ഐറണി. അപ്പോൾ ഇയാള് ബാഡ് ലക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അയാൾക്ക് ഗുഡ് ലക്ക് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഒമിൻസ് ഒക്കെ അയാൾ ചെയ്യുമ്പോൾ അയാൾക്ക് ഗുഡ് ലക്ക് ആയിട്ട് മാറി. ദാറ്റ് ഇസ് എ ഗ്രേറ്റ് ഐറണി. ദെൻ ഡിസ്ബിലീഫ് ബിക്കംസ് ബിലീഫ് അല്ലെ. ഒരിക്കലും അയാൾ വിശ്വസിക്കില്ല എന്ന് വിചാരിച്ച് അയാൾ ചെയ്യുന്നതെല്ലാം ഒരു വിശ്വാസമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായി മാറുന്ന അയാൾ മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് അയാൾ ഒരു പ്രാക്ടീസ് ചെയ്യണം, അതിൽ ബിലീവ് ചെയ്യാണ് ചെയ്യുന്നത് അവസാനം. റേഷണലിറ്റി ലീഡ്സ് ടു ഇറേഷണൽ ബിഹേവിയർ. അപ്പൊ അയാള് ദുശകുനത്തിൽ വിശ്വസിക്കാത്തത് റീസൺ കൊണ്ടായിരുന്നു, റേഷണാലിറ്റി അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ആദ്യം അയാൾ ദുശകുനത്തിൽ വിശ്വസിക്കാതിരുന്നത്. പക്ഷേ ആ ദുശകുനങ്ങളൊക്കെ അയാൾക്ക് പോസിറ്റീവായി വന്നപ്പോ ഹി ബിഗാൻ ടു ബിലീവ് ദാറ്റ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ ഇറേഷണൽ ആയി പിന്നെ. ഓക്കെ, അതായത് പിന്നെ അയാൾ ആ ബിലീഫിന്റെ പിറകെയായി. അതുകൊണ്ടാണ് പിന്നെ അത് അയാൾ ഫോളോ ചെയ്തതും അയാൾക്ക് തുടരെ തുടരെ വിജയങ്ങൾ ഉണ്ടായതൊക്കെ. ദെൻ
സോഷ്യൽ ഇൻഫ്ലുവൻസ്, സൊസൈറ്റി ഇൻഫ്ലുവൻസസ് ഇൻഡിവിജ്വൽ തിങ്കിങ്, അത് ഉറപ്പാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ ലോകത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. സൊസൈറ്റി അയാളുടെ ചിന്തയെയും അതുപോലെ തന്നെ അയാളുടെ ബിലീഫിനെയും ഒക്കെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇഫ് എ പേഴ്സൺ റിജക്ട് സൂപ്പർസ്റ്റിഷൻ റിപ്പീറ്റഡ് വാർണിംഗ്സ് ക്രിയേറ്റ് ഡൗട്ട്. അപ്പോൾ ഇപ്പൊ ഒരാൾ തീരുമാനിക്കണേ ഞാൻ ഇതിലൊന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാലും ആളുകൾ ഇങ്ങനെ തുടരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, നോക്ക് നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ എ പേഴ്സൺ വിൽ ബിക്കം ഡൗട്ട്ഫുൾ. ഓക്കെ, ഇത് ശരിയാണോ എന്നുള്ള കാര്യം എല്ലാവർക്കും ഒരു സംശയം വരും. നമ്മൾ ഈ ഇൽ ഓമൻ, ബാഡ് ഓമൻ അതൊക്കെ ഒരു സിമ്പിൾസ് ആണ്. അതുപോലെ വേറെയും കുറെ സിമ്പിൾസ് നമ്മുടെ ഓദർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രോക്കൺ മിറർ, അതെന്തിന്റെ സിമ്പിൾ ആണ്? ഫിയർ ഓഫ് ലോങ് ടേം മിസ്ഫോർച്യൂൺ അല്ലെ. അതായത് ഒരുപാട് നേരം അതല്ലെങ്കിൽ എന്താണ് ഒരുപാട് കാലം നമുക്ക് അശുഭകരമായിട്ടുള്ള ദൗർഭാഗ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് ബ്രോക്കൺ മിറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് കാറ്റ് എന്താണ്? കൾച്ചറൽ ബിലീഫ് ഇൻ ബാഡ് ലക്ക്. അത് നമ്മുടെ സൊസൈറ്റിയിലും അങ്ങനെ തന്നെയാണ് അല്ലെ. കറുത്ത പൂച്ച കുറുകെ ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുശകുനമാണ്. ആൻഡ് ലാഡർ, റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി. ഓക്കെ, ലാഡറിന്റെ അടിയിലൂടെ പോവുക എന്ന് പറയുന്നത് ഒരു റിസ്ക് ആണ്, നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അതൊരു അൺസർട്ടൈനിറ്റി, ഒരു അനിശ്ചിതത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ലോട്ടറി, പ്യോർ ചാൻസ് അല്ലെ. ലോട്ടറി പറഞ്ഞു വെച്ചാല് കിട്ടുക എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് പ്യോർ ചാൻസ് അല്ലെ. ഓൺലി ബൈ ലക്ക് ലോട്ടറി വിൽ ബി ഗെയിൻഡ്. ആൻഡ് ബുക്ക് ഓഫ് സൂപ്പർസ്റ്റിഷ്യൻസ് അല്ലെ. അപ്പോൾ നമ്മുടെ നിക്കോസ് ഒരു ബുക്ക് വാങ്ങുന്നുണ്ട്, അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഹ്യൂമൻ ക്യൂരിയോസിറ്റി ആൻഡ് സൈക്കോളജിക്കൽ സെർച്ച് ഫോർ മീനിങ്. അപ്പൊ അദ്ദേഹം അതിനെ പറ്റിയിട്ട് കൂടുതൽ ബോധവാനായി. ദാറ്റ് ഇസ് വൈ ഹി പർച്ചേസ്ഡ് എ ബുക്ക് അല്ലെ. ദെൻ ടവേണ, ടവേണയിൽ വെച്ചിട്ട് ഫ്രണ്ട്സ് ഒക്കെ ഇയാളെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താ? ടവേണ എന്തിന്റെ സിമ്പിൾ ആണ്? സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് കമ്മ്യൂണിറ്റി പ്രഷർ. അതായത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല ഇന്നത്തെ സമൂഹത്തിൽ. അദ്ദേഹത്തിന് നിക്കോസിന് പോലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ അയാളെ പറ്റി പറയുന്ന കുറെ കാര്യങ്ങൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഓക്കെ, ഒരു മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. അപ്പൊ ആ ഒരു സൊസൈറ്റിയുടെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ ടവേണയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെസ്സേജ് ഓഫ് ദ സ്റ്റോറി, എന്താണ് ഈ സ്റ്റോറിയുടെ നമ്മുടെ കഥാകാരൻ നൽകുന്ന സന്ദേശം? ദ മെയിൻ മെസ്സേജ് ഈസ് സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. അപ്പോൾ നമുക്ക് ഇപ്പൊ ഇതിലുള്ള നിക്കോസിന്റെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് ആക്ച്വലി അദ്ദേഹത്തിന് ഇത്രയും ഓപ്പർച്യൂണിറ്റീസും ഗുഡ് ലക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തത്. ബിലീഫ് ഇൻഫ്ലുവൻസസ് ബിഹേവിയർ, ഒരാളുടെ ബിലീഫ് അല്ലെ, വിശ്വാസം അയാളുടെ പെരുമാറ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രീം ബിലീഫ് ഓർ എക്സ്ട്രീം ഡിസ്ബിലീഫ് ക്യാൻ ബോത്ത് കൺട്രോൾ എ പേഴ്സൺ. ഇപ്പൊ നിക്കോസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അയാളുടെ ബിലീഫ് ഡിസ്ബിലീഫ് ഒരു ബിലീഫായിട്ട് മാറുമായിരുന്നു. അതായത് ഓക്കെ, ഇതൊക്കെയാണ് നല്ല ശകുനങ്ങൾ അല്ലെങ്കിൽ ചീത്ത ശകുനങ്ങൾ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം എന്ത് ചെയ്തു? അതെല്ലാം പ്രവർത്തിച്ചപ്പോ അയാൾക്ക് നല്ലതായിട്ട് വന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു ബിലീഫ് ഉണ്ടായി, എന്താണ്? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായി വരും. ഓക്കെ, അപ്പൊ അതൊരു തരത്തിലുള്ള ഒരു ബിലീഫാണ്. ഓക്കെ, അപ്പം ലക്ക് മേ സൈക്കോളജിക്കൽ റാദർ ദാൻ സൂപ്പർ നാച്ചുറൽ അല്ലെ. അപ്പൊ ലക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് വന്നു. ഓക്കെ, അപ്പൊ അതൊരു കോൺഫിഡൻസിന്റെ ഭാഗമാണ്, അത് സൈക്കോളജിയുടെ ഭാഗമാണ് എന്നാ പറയുന്നത്. The story suggests balance, neither blind belief nor blind rejection is healthy. അപ്പൊ ഈ ഒരു ബാലൻസ് വേണം, അതായത് നമ്മൾ ഒന്നിനെ പറ്റിയിട്ടും ബ്ലൈൻഡ് ബിലീഫും പറ്റില്ല, ബ്ലൈൻഡ് ഡിസ്ബിലീഫും പറ്റില്ല അല്ലെ. അപ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും ഇത് ശരിയാണോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. നമ്മുടെ നിക്കോസ് ചെയ്ത പോലെ ഓക്കെ, ബാഡ് ഒമെൻസ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലത് വരുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അയാൾക്കൊരു കോൺഫിഡൻസ് ആയി. അപ്പൊ ആ രീതിയിലാവരുത്, അതും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബിലീഫ്. അപ്പൊ സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് കേൾക്കുന്നതിൻ്റെ കൂടെ നോട്ട്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ റൈറ്റിംഗ് ദി എസ്സേ ആൻഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ദിസ് ചാപ്റ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എഴുതുക, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റോറി വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.